ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, സ്പേസ് ചാനൽ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൈത്താക്കാലത്തിൻ്റെ 4ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ഹൃദയശുദ്ധിയോടുകൂടി ഫലം പുറപ്പെടുവിക്കുന്നവരാകാനാണ് തിരുസഭാ മാതാവ് ഈ വചനഭാഗത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഉദ്ധിതനായ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും ശക്തി സ്വീകരിച്ച് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നുപോയി ശ്ലീഹന്മാർ വചനം പ്രഘോഷിച്ച് സഭ സ്ഥാപിച്ചു. ഈ സഭ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു, വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ചിന്തയാണ് കൈത്താക്കാലത്തിൽ ഉടനീളം നമ്മൾ അനുസ്മരിക്കുന്നത്. നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ, ഒരു ചെടി നല്ല ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നല്ല വിത്തും നല്ല നിലവും വേണം. വിതക്കാരൻ്റെ ഉപമയിൽ ഈശോ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് നല്ല വിത്ത്? അത് ദൈവവചനം തന്നെയാണ്. അതെല്ലാവർക്കും ഒരുപോലെയാണ് നൽകപ്പെടുന്നത്. വചനം എല്ലാവർക്കും ഒരുപോലെ നൽകപ്പെടുന്നു. എന്താണ് നല്ല നിലം? നമ്മുടെ ഹൃദയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവാണ്. ആത്മാവിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച്, ആത്മാവിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങൾക്കും വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ഒരുപോലെ ദൈവവചനം ലഭിച്ചാലും ഫലങ്ങൾ പലപ്പോഴും വ്യത്യസ്തമായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം ഒരുക്കി കാത്തിരിക്കാനാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. കൈത്താക്കാലത്തിൻ്റെ ഈ ആഴ്ചയിൽ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആത്മാവ് വിശുദ്ധമാണോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ പുറമേയുള്ള ബാഹ്യ പ്രകടനങ്ങൾ മാത്രമാണോ നമ്മൾ പുലർത്തുന്നത്? യഹൂദ പാരമ്പര്യം അനുസരിച്ച് ധാരാളം ക്ഷാളനങ്ങൾ യഹൂദർക്കുണ്ടായിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകുക, വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കാലുകൾ കഴുകി കയറുക, ഇങ്ങനെ നിരവധി ക്ഷാളനങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഫരിസേയരും നിയമജ്ഞരുമൊക്കെ പുരോഹിതന്മാർക്ക് മാത്രമായിരുന്ന ക്ഷാളനങ്ങൾ പലതും ജനങ്ങൾക്ക് കൂടി നൽകിയിരുന്നു. അങ്ങനെ അവരുടെ ജീവിതം കഠിനമാക്കിയിരുന്നു. ഈ ക്ഷാളനങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ കഴുകലുകളൊക്കെ നടത്തുമ്പോഴും ദൈവകൽപ്പനകൾ പലതും അവർ നിയമത്തിലൂടെ പാലിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് ഈശോ തന്നെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നീ നിൻ്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. അത് 10 കൽപ്പനകളിൽ ഒന്നാണ്. എന്നാൽ യഹൂദരെന്താണ് ചെയ്തത്? മാതാപിതാക്കൾക്ക് നൽകേണ്ട ഖുർബാൻ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മേൽ നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്നുള്ള തരത്തിൽ അവർ പഠിപ്പിച്ചിരുന്നു. ഇത് തമ്മിലുള്ള ഈ വിരോധാഭാസത്തെയാണ് ഈശോ എടുത്തു കാണിക്കുന്നത്. നിങ്ങൾ ഈ ബാഹ്യപ്രകടനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുമ്പോഴും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ഈശോ നമ്മളോട് ഇന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. നമുക്ക് അനുഷ്ഠാനങ്ങൾക്കും ആചരണങ്ങൾക്കുമിടയിൽ ഈശോയെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയ തിരക്കിനിടയിലാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വിശുദ്ധ യൗസേപ്പിനും ഈശോയെ നഷ്ടപ്പെട്ടു പോയത്. നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ അനുഷ്ഠാനങ്ങൾക്കും ആചരണങ്ങൾക്കും ജീവിത തിരക്കുകൾക്കും ഇടയിൽ ഈശോയ്ക്ക് കൊടുക്കാനുള്ള സമയം നമ്മൾ പലപ്പോഴും കൊടുക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ സമയമാണ് നമുക്കുള്ളത്. ഈ 24 മണിക്കൂറിൽ എത്ര സമയമാണ് നമ്മൾ ദൈവത്തിനായിട്ട് കൊടുക്കുന്നത്? നമ്മൾ പരിശോധിച്ചാൽ, വിശുദ്ധരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ, വിശുദ്ധരുടെ ജീവിതത്തിലും വെറും 24 മണിക്കൂർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലോക സുഖങ്ങൾക്കും ഈ ലോക തിരക്കുകൾക്കും ഉപരിയായി ദൈവത്തിന് അവർ പ്രാധാന്യം നൽകി. അങ്ങനെയാണ് അവർ വിശുദ്ധരായി മാറിയത്. നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും കർത്താവിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കും പ്രശ്നങ്ങൾക്കും നമ്മുടെ ജോലിക്കും ജീവിത മാർഗത്തിനും പുറകെയാണോ നമ്മൾ ഓരോരുത്തരും? ഇത് ഇന്ന് കർത്താവ് നമ്മളോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ഹൃദയം എവിടെയാണ്? നമ്മുടെ ഹൃദയം ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ഓരോ നിമിഷവും ചിന്തിച്ച് നോക്കണം.
രണ്ടാമതായി, നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലും തോറും നമുക്ക് ആകുലതകൾ കൂടി വരും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ കാണാനിടയായ പെൺകുട്ടിയോട് സംസാരിക്കാനിടയായി. ആ കുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, ഒരുപാട് ടെൻഷനും ആങ്സൈറ്റീസുമാണ് പഠനത്തെക്കുറിച്ച്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഈ പഠനത്തിന് ശേഷം ഞാൻ എന്ത് ചെയ്യുമെന്ന് ഉള്ള ഒരു വലിയ ടെൻഷനാണ് എൻ്റെ ജീവിതത്തിൽ. പ്രിയമുള്ളവരെ, ഈശോയിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഈശോയുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല, ആങ്ഷ്യസ് ആവേണ്ട ആവശ്യമില്ല. കാരണം നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള നമ്മളാണ് 2-3 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ജീവിക്കുക, ഈശോയുമായിട്ട് നമ്മുടെ ഹൃദയം ചേർത്ത് വയ്ക്കുക, കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം വളർത്തിയെടുത്താൽ ഒരിക്കലും നമുക്ക് ടെൻഷനും ആങ്സൈറ്റീസും ഉണ്ടാവില്ല. ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണല്ലോ ആങ്സൈറ്റീസ്, ടെൻഷൻ. അതിന് കാരണം ദൈവത്തിൽ നിന്നുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തന്നെയാണ്. ഈശോ മർത്തയോട് ഇങ്ങനെ പറയുന്നുണ്ട് വചനത്തിൽ, മർത്താ മർത്താ, നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്, ഒന്നു മാത്രമേ വേണ്ടതുള്ളൂ, മറിയത്തെപ്പോലെ എൻ്റെ അടുത്തിരിക്കുക. മർത്ത സത്യത്തിൽ ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ മർത്ത സത്യത്തിൽ ഈശോയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കുകയായിരുന്നു. വീട് അടിച്ചുവാരി ഒരുക്കുന്നു, അതുപോലെ തന്നെ കിടക്കയൊരുക്കുന്നു, ഭക്ഷണം ഒരുക്കുന്നു. ഇങ്ങനെ തിരക്കിലായിപ്പോയി മർത്ത. പക്ഷേ ഈശോയുടെ അടുത്തിരിക്കാനാണ് മറിയം സമയം കണ്ടെത്തിയത്. ഈ മറിയത്തെ ഈശോ കൂടുതൽ പ്രശംസിക്കുകയാണ്. മർത്തയും വേണം, മറിയവും വേണം, പക്ഷേ മറിയം തിരഞ്ഞെടുത്തത് കൂടുതൽ നല്ലതാണ് എന്നാണ് ഈശോ പറയുന്നത്. കാരണം എന്താണ്? ഈശോയുടെ അടുത്തിരിക്കാനും ഹൃദയം ഈശോയ്ക്ക് കൊടുക്കാനും ആത്മാവിൽ നിന്ന് കർത്താവിനെ ആരാധിക്കാനുമാണ് മറിയം കൂടുതൽ സമയം കണ്ടെത്തിയത്. മർത്ത എന്താണ്? പുറമേയുള്ള ബാഹ്യ കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വെച്ചത്. അതുകൊണ്ടാണ് മർത്തയേക്കാൾ കൂടുതൽ മറിയത്തിന് കർത്താവ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം കർത്താവിനോട് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ അടുത്തിരിക്കാനുള്ള ഒരു വിളിയാണ് ഈ ആഴ്ചയിൽ കർത്താവ് നമുക്ക് നൽകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, പുറമേ ഒന്ന് അകമേ മറ്റൊന്നായി പെരുമാറുന്നവരാണ് നമ്മളിൽ പലരും. പുറമേ പലപ്പോഴും ചിരിച്ചു കാണിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും നീറുന്ന ജീവിതങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഒത്തിരി ആളുകളെ കാണാറുണ്ട്. ഒരിക്കൽ വിവാഹം കഴിഞ്ഞ് 3 മാസങ്ങൾക്ക് ശേഷം വിവാഹബന്ധം വേർപെടുത്തിയ ഒരു യുവ ദമ്പതിമാരെ കാണാനിടയായി. അതിലെ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്തു പറ്റി ഇത്ര പെട്ടെന്ന് വിവാഹബന്ധം വേർപെടുത്താനായിട്ട്? എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ വിവാഹബന്ധം വേർപെട്ടു പോയത്? ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ, 6 വർഷത്തോളം ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു. 6 വർഷത്തോളം ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയും ജീവിതാന്തസ്സിനെക്കുറിച്ച് ചിന്തിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞ് 3 മാസം മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താണ് കാരണം അങ്ങനെ? അപ്പോൾ ആ കുട്ടി പറയുകയാണ്, അച്ഛാ, വിവാഹശേഷം ഈ 3 മാസത്തിനിടയിലാണ് ഈ പങ്കാളിയുടെ സ്വഭാവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്. അവൻ ഒത്തിരി കാര്യങ്ങൾ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുകയായിരുന്നു. പ്രണയിച്ചു കൊണ്ടിരുന്ന സമയത്ത് മുഖത്ത് ഏറ്റവും നല്ല ഭാവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവം വെളിവായി തുടങ്ങി. പെൺകുട്ടി പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പൂർണ്ണമായും അറിയില്ലെങ്കിലും ഇങ്ങനെ പുറമേ ഒന്നും അകമേ മറ്റൊന്നുമായിട്ട് നടക്കുന്നവരെയാണ് കർത്താവ് ഇന്ന് ഈ വചനത്തിൽ കുറ്റപ്പെടുത്തുന്നത്. നമ്മളെപ്പോഴും ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, എപ്പോഴും സത്യസന്ധമായിട്ട് നമ്മൾ ജീവിതം നയിക്കണം എന്നുള്ള ഒരു ഉപദേശം കൂടി കർത്താവ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകുകയാണ്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന യൂദാസ്, ഈശോ യൂദാസിന് പലതവണ വാണിംഗ് നൽകുന്നുണ്ട്. യൂദാസിൻ്റെ ജീവിതം എന്തായിരുന്നു? യൂദാസിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം, യൂദാസ് ഒരു കപടത മനസ്സിൽ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു. ഈശോയോടൊപ്പം നടക്കുമ്പോഴും യൂദാസിൻ്റെ ഹൃദയം ഈശോയിൽ നിന്ന് ഒത്തിരി അകലെയായിരുന്നു. മറ്റു പല കാര്യങ്ങളിലുമായിരുന്നു, സ്ഥാനമാനങ്ങളിലായിരുന്നു യൂദാസിൻ്റെ ചിന്ത മുഴുവനും. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്, പണപ്പെട്ടിയിൽ വീഴുന്നതിൽ നിന്ന് യൂദാസ് പലതും കളവ് ചെയ്തിരുന്നു എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈശോയോടുകൂടെ നടക്കുമ്പോഴും ഈശോയുടെ വചനം കേൾക്കുമ്പോഴും ഈശോയുടെ വചനം പ്രഘോഷിക്കാനായിട്ട് 72 പേരോടൊപ്പം പോകുമ്പോഴൊക്കെ
യൂദാസ് മനസ്സ് മറ്റൊരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ടാണല്ലോ അന്ത്യത്താഴവേളയിൽ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ യൂദാസിലേക്ക് പിശാച് പ്രവേശിച്ചു എന്ന് വചനം രേഖപ്പെടുത്തുന്നത്. അതിന് കാരണം ഇതാണ്, യൂദാസിൻ്റെ ഹൃദയം മറ്റൊരു തരത്തിലായിരുന്നു, അല്ലെങ്കിൽ ഹൃദയം വഞ്ചന നിറഞ്ഞതായിരുന്നു. പ്രിയമുള്ളവരെ, കൈത്താക്കാലത്തിൻ്റെ ഈ 4-ാം ഞായറാഴ്ചയിൽ കർത്താവ് നമ്മെ വിളിക്കുന്നത് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഈശോയുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം വളർത്തിയെടുക്കുക. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളം പരിശോധിക്കുന്നവനാണ് ദൈവം. നമ്മുടെ ബാഹ്യപ്രകടനങ്ങൾ ഒരുപാടുണ്ടാവാം. മധ്യകാലത്ത് സഭ വളരെയധികം തകർന്നു പോകാനും തളർന്നു പോകാനുമുള്ള ഏറ്റവും വലിയൊരു കാരണം അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിയത് കൊണ്ടാണ്. പലപ്പോഴും ലിറ്റർജിക്കലായിട്ടുള്ളതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലേക്ക് മാത്രം സഭ മാറിപ്പോയപ്പോഴാണ് ഇരുണ്ട കാലഘട്ടം സഭയിലുണ്ടാകുന്നത്. ഇതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലും അനുഷ്ഠാനപരതയിലേക്കും അല്ലെങ്കിൽ ബാഹ്യപ്രകടനങ്ങളിലേക്കും, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സമൂഹത്തിലാണെങ്കിലും പുറമേയുള്ള ചിരികളിലേക്കും പുറമേയുള്ള മേക്കപ്പുകളിലേക്കും നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്കല്ല, മറിച്ച് വിശുദ്ധിയിൽ നിന്ന് പുറകോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കാം. ഈ ആഴ്ചയിൽ കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മയെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.